ഹലോ മക്കളെ, അപ്പൊ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിനകത്ത് ഫസ്റ്റത്തെ ടോപ്പിക് നമ്മൾ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഡോളസൻസ് ആൻഡ് പ്യൂബർട്ടി അഡോളസൻസ് പീരീഡിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത് അല്ലെ. മെയിൽസിന് കുറേ ചേഞ്ചസ് ഉണ്ടാവും, ഫീമെയിൽസിന് കുറേ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ശരീരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതോടനുബന്ധിച്ച് ആ പെൺകുട്ടികളും ആൺകുട്ടികളും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ adolescence is an important phase in every child's life, as the knowledge and awareness they acquire during this phase is shaping them into better social beings. അപ്പം adolescence എന്ന് പറയുന്നത് ഒരു ചൈൽഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, നിങ്ങൾക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ആ ഒരു ടൈം പീരീഡിലാണ് നിങ്ങൾക്ക് മാക്സിമം അല്ലെ, നിങ്ങളൊരു ഒരു ഗ്രോയിങ് ഫേസ് ആണ് അല്ലെ. കുട്ടിയാണെന്ന് വെച്ചാൽ കുട്ടിയല്ല, പക്ഷെ എന്താണ്, നമ്മൾ അഡൾട്ട്ഹുഡിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഒത്തിരി ട്രാൻസിഷൻസ് വരുന്ന ഒരു സ്റ്റേജ് ആണത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ചിൽഡ്രൻ ടു ഗെറ്റ് പ്രോപ്പർ അഡോളസെന്റ് എഡ്യൂക്കേഷൻ. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദ എക്സ്ട്രാക്ട് ഓഫ് എൻ ആർട്ടിക്കിൾ ഗിവൺ ബിലോ? നിങ്ങൾക്ക് ഇവിടെ ഒരു ആർട്ടിക്കിൾ തന്നേക്കുന്ന വായിച്ചു നോക്കാം നമുക്ക്. ആർട്ടിക്കിൾ സോ physical changes and sexual development in teenagers can make them curious and anxious. അപ്പൊ ടീനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ടീനേജർ. ശരിക്കും ആ വാക്ക് തന്നെ ഉണ്ട് അല്ലെ. ടീൻ 13 14 15 16 അല്ലെ. ടീൻ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അല്ലെ. 19 വരെ ഉണ്ട് അല്ലെ. 19 വരെ പറയും. അപ്പം ടീനേജേഴ്സ് ക്യാൻ മേക്ക് ദം ക്യൂരിയസ് ആൻഡ് ആൻഷ്യസ്. എന്താണ് ടീനേജേഴ്സിന് എന്തൊക്കെ ചേഞ്ചസ് വരും? അവർക്ക് ഫിസിക്കലി കുറേ ചേഞ്ചസ് വരും അല്ലെ. ശരീരത്തിന് അല്ലെ പെട്ടെന്ന് ഒത്തിരി മാറ്റങ്ങൾ വരും ടീനേജിൽ. അതുപോലെ തന്നെ സെക്ഷുവൽ ഡെവലപ്മെന്റ് അല്ലെ, അവരുടെ സെക്ഷുവൽ ഓർഗൻസിലും കുറേയൊക്കെ ചേഞ്ചസ് വരും. അപ്പം ആ ഒരു ചേഞ്ചസ് അവർ കുറേ ആൾക്കാർ അത് ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലെ, അവർക്കിത് എന്താ അവരുടെ ശരീരത്തിൽ ഇങ്ങനെ ചേഞ്ചസ് നടക്കുന്നേ എന്നൊരു തോട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഒത്തിരി ആൻഷ്യസുമായിരിക്കും. Unscientific information from various sources, including social media, can be taken to be true, and that may lead to risky behavioral patterns. Adolescence should be a stage to discern undesirable gestures like gaze, touch, and physical temptation directed towards them. It is also a stage to develop courage and capacity to say no to what is wrong. അപ്പൊ നമ്മള് അവിടെ നേടിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോങ് ആയിട്ടുള്ള ഒരു കാര്യം, മേ ബി ഇറ്റ്സ് എ ടച്ച്, ലുക്ക്, എന്തോ ആയിക്കോട്ടെ, റോങ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഇടയിൽ നമുക്ക് നോ പറയാൻ നമ്മൾ പഠിക്കണം. മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയുക എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പഠിച്ചു വരേണ്ട ഒരു കാര്യം. And in a situation, the demeanor should be in such a way that words and actions should be restricted according to social norms, and the freedom and the dignity of others are to be valued and respected. The information gained through various means need to be carefully evaluated before putting into practice. Help from parents, teachers, health workers, and school counselors can be sought if one is not capable of doing it by oneself. അപ്പം നിങ്ങൾക്ക് സ്വന്തം തന്നെത്താനെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസ് ഉണ്ട്, നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നിങ്ങളെ ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്, സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട് അല്ലെ. ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്, സ്കൂളിലുണ്ടാവും, കൗൺസിലിംഗ് ടീം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് നിങ്ങൾ അത്രയും ഓപ്പൺ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. As in adolescence, an important phase in a child's life. Many changes occur in the body during this phase. Haven't you understood these changes? What are the main changes and their causes? അപ്പം അഡോളസൻസിൽ ഉണ്ടാവുന്ന
ചേഞ്ചസ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് അപ്പോൾ അവിടെ വരുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ puberty is attained when semen production begins in boys and menstruation in girls. അപ്പം puberty എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, puberty എന്ന് പറയുന്ന ഒരു സ്റ്റേജ്, puberty അറ്റൈൻ ചെയ്യുന്നത് മെയിൽസിൽ അല്ലെങ്കിൽ ബോയ്സിൽ, ആൺകുട്ടികളിൽ ബോയ്സിൽ സെമനിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ബോയ്സിൽ സെമനിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഗേൾസിലാണെങ്കിലോ മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്താ മെൻസ്ട്രുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെൻസ്ട്രുവേഷൻ അല്ലെ? ഒരു ബ്ലഡിന്റെ ഫ്ലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു മാസത്തിൽ ഒരു 3 days അല്ലെങ്കിൽ ഒരു 5 days ബ്ലഡ് പോകുന്നുണ്ടാവും വജൈന വഴി. അതാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. ഇതൊരു സൈക്കിളാണ്. സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈക്ലിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു കാര്യം, സൈക്കിൾ എങ്ങനെയാ കറങ്ങാം? ഒന്ന് സംഭവിച്ചു, അതുപോലെ തന്നെ പിന്നെയും സംഭവിച്ചു, അല്ല ഇങ്ങനെയല്ലേ ചക്രം കറങ്ങുന്നത്? അതുപോലെ തന്നെ ഒരു മന്തിൽ ഒരു 3 to 5 days ബ്ലഡ് പോയി, നെക്സ്റ്റ് മന്തിൽ പിന്നെയും പോവും, അടുത്ത മാസം പിന്നെയും പോവും. ഇങ്ങനെ ഒരു സൈക്ലിക്കൽ ഇവന്റ് ആയിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. അത് തുടങ്ങി കഴിഞ്ഞാലാണ് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തു എന്ന് നമ്മൾ പറയാം. ഓക്കെ, ബോയ്സിന്റെ കേസിൽ സെമൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഗേൾസിന്റെ കേസിൽ എന്താണ്? മെൻസ്ട്രുവേഷൻ അല്ലെ, ബ്ലഡ് പോകുന്നതിനെയാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. During this stage, the body undergoes certain unique changes. ഈ ഒരു ടൈം പീരീഡിൽ ഒത്തിരി ചേഞ്ചസ് ശരീരത്തിന് സംഭവിക്കും. ബോഡിക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിക്കും. With puberty, the growth and development of male reproductive organs accelerate. എന്ത് സംഭവിക്കും? മെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കും. സെമൻ പ്രൊഡക്ഷൻ തുടങ്ങും. സെമനിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. Erection of penis occurs as the blood flow to it increases. പെനിസിന്റെ ഇറക്ഷൻ ഉണ്ടാവും. എങ്ങനെയാ പെനിസിന്റെ ഇറക്ഷൻ ഉണ്ടാവുക? ചുമ്മാ ഇറക്ട് ചെയ്യാണോ ചെയ്യുക? അല്ല, പെനിസിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ കൂടും. ബ്ലഡിന്റെ ഫ്ലോ കൂടുന്ന സമയത്ത് പെനിസ് ഇറക്ടൈലാവും. അതുപോലെ തന്നെ സെമനിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇത്രയും ചേഞ്ചസ് ആണ് മെയിൽസിന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ബോയ്സിൽ സംഭവിക്കുന്നത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അതർ സ്റ്റേജ് ഇജാക്കുലേഷൻ മേ ഒക്കർ ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. അപ്പം സെമൻ പ്രൊഡക്ഷന്റെ ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേജ് സംഭവിക്കും. സച്ച് നാച്ചുറൽ ഫിസിക്കൽ ചേഞ്ചസ് ആർ സൈൻസ് ഓഫ് ഗ്രോത്ത്. ഇങ്ങനെ ഒക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദീസ് ഓൾ ആർ എന്താണ്? നാച്ചുറൽ. അതൊരു ഗ്രോത്തിന്റെ ഒരു സൈൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ്, ഒരു ലൈഫിന്റെ ഒരു സ്റ്റേജ് മാത്രമാണ്, ഒരു ഗ്രോത്ത് ഫേസ് ആണ്. Each person attains puberty at different pace and spurt. അപ്പം എല്ലാ ആൾക്കാരും ഒരേ സമയത്ത് തന്നെ അല്ല, എല്ലാ ആൾക്കാരും 10 വയസ്സാകുമ്പോൾ പ്യൂബർട്ടി അങ്ങനെയല്ല. ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച്, ഓരോ ഇൻഡിവിജ്വൽ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച്, ഓരോ ഇൻഡിവിജ്വലിന്റെ പ്രകൃതി അനുസരിച്ച്, സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് ഒക്കെയാണ് ഇവരുടെ ഒരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ഇത് എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. മെയിൽസിനെ റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് പെനിസ് ആണ്. ഓക്കെ, ദിസ് ഇസ് പെനിസ് ആൻഡ് നമുക്കൊരു പെയർ ഓഫ് ടെസ്റ്റിസും ഉണ്ട്. ഓക്കെ, പെയർ ഓഫ് ടെസ്റ്റിസും ഉണ്ട്. അപ്പം ഈ പെയർ ഓഫ് ടെസ്റ്റിസിലാണ് എന്തുണ്ടാവുക? സെമൻ പ്രൊഡ്യൂസ് ചെയ്യുക. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? സെമൻ പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ ടെസ്റ്റിസിൽ. ഓക്കെ, സെമൻ പ്രൊഡ്യൂസ് ചെയ്യും. സെമൻ പ്രൊഡ്യൂസ് ചെയ്താൽ സെമന്റെ അകത്ത് എന്തുണ്ട് മക്കളെ? സ്പേംസ് ഉണ്ട്. എന്തുണ്ട്? സ്പേംസ് ഉണ്ട്. സ്പേംസിന്റെ കൂടെ തന്നെ സ്പേംസിന് വേണ്ട ന്യൂട്രിഷൻ ഒക്കെ കൊടുക്കുന്ന കുറച്ച് ഫ്ലൂയിഡ്, അല്ലെ? സ്പേംസിന് കുറെ ന്യൂട്രിഷൻ വേണം, അല്ലെ? നറിഷ്മെന്റ് ഒക്കെ വേണം. ആ നറിഷ്മെന്റ്, അതിന് വേണ്ട പോഷകങ്ങളൊക്കെ കൊടുക്കുന്ന ഫ്ലൂയിഡ്, അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സെമൻ എന്ന് പറയാം. ഓക്കെ, അതെവിടെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ടെസ്റ്റിസിലാണ്. ഓക്കെ, ഈ ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെമൻ എന്ത് ചെയ്യണം? ഈ സെമൻ ഇതിലേക്കൂടെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഡക്റ്റിൽ കൂടെ, ഈ ഡക്റ്റിനൊക്കെ പേരുകളുണ്ട് കേട്ടോ,
പേരുകളൊന്നും നോക്കണ്ട, ഈ ഡക്റ്റ് കൂടെ വന്നിട്ട് അവസാനം ഇവിടെയുണ്ട് കേട്ടോ, ഒരു പെയർ ഇല്ലേ, അപ്പൊ 2 എണ്ണം അല്ലേ, ഇതിലെ കൂടെ സെമൻ ഇങ്ങനെ വന്നിട്ട് ഈ ഡക്റ്റ് വഴി ലാസ്റ്റ് ഇവിടെ ഈ യൂറത്രൽ മിയാറ്റസ് ഈ ഒരു ഓപ്പണിംഗ് വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ നമ്മള് ഈ ഒരു ഓപ്പണിങ്ങിനെ നമ്മൾ യൂറത്രൽ മിയാറ്റസ് എന്നാ പറയുക. ഓക്കെ, യൂറത്രൽ മിയാറ്റസ്. അപ്പം മെയിൽസിന്റെ കേസില് ഈ സെമൻ പോകുന്നതും യൂറിൻ പാസേജ് ഒക്കെ സെയിം അല്ല, ഈ പെനീസിൽ കൂടെയാണ്. ഓക്കെ, പെനിസിൽ കൂടെയാണ്. അപ്പൊ ഇത്രയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. മെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു ഇമേജ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഈ കാണിച്ചതുപോലെ ഈ 2 റൗണ്ട് ഷേപ്ഡ് അല്ലെങ്കിൽ ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിസ്, എ പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്. ഈ പെയർ ഓഫ് ടെസ്റ്റിസിലാണ് സെമൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് ഇതിലെ വന്നിട്ട് ഇതിലെ കൂടെയാണിത് ഇജാക്കുലേഷൻ നടക്കുന്നത്. ഇജാക്കുലേഷൻ. ഇജാക്കുലേഷൻ. ഇങ്ങനെയാണ് സെമൻ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതാണ്. അപ്പം മെയിൽസിന്റെ കേസസിൽ പ്യൂബർട്ടി എത്തുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് നടക്കും. ഇതിൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്ന സമയത്താണ്, ഇതിലേക്ക് ഈ പെനിസിലേക്ക് കൂടുതലായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുന്ന സമയത്താണ് പെനിസ് ഇറക്ഷൻ, പെനൈൽ ഇറക്ഷൻ എന്ന് പറയും. പെനൈൽ ഇറക്ഷൻ സംഭവിക്കുന്നത്. ഇറക്ഷൻ സംഭവിക്കുന്നത് ബ്ലഡ് ഫ്ലോ ഉണ്ടാകുമ്പോഴാണ്. നോർമലായിട്ട് സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ ഫീമെയിൽസിന്റെ കേസിലേക്ക് വരാം. ഫീമെയിൽസിന്റെ കേസിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പിക്ചർ വരച്ചു തരാം. ഫീമെയിൽസിന് എന്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഞാൻ കാണിച്ചു തരാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു ട്യൂബ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് റഫ് ഫിഗർ ആണ് മക്കളെ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു കാട്ടുപോത്തിന്റെ ഒരു ആകൃതി തോന്നും അല്ലെ, കുത്താൻ പോകുന്ന കാട്ടുപോത്തിന്റെ ഒരു ഷേപ്പ്. ഈ ഒരു ഷേപ്പിലാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉള്ളത്. പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്ന ഫീമെയിൽസിലത് ഓവറിയാണ്. മെയിൽസിൻ്റെത് ടെസ്റ്റിസ് ആയിരുന്നു. ഫീമെയിൽസിന്റെ പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ഓവറിയാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത്രയും പോർഷൻ കണ്ടോ, ഇതാണ് നമ്മുടെ യൂട്രസ് എന്ന് പറയുന്ന പോർഷൻ അല്ലെ, ഗർഭാശയമാണിത് യൂട്രസ്. ഈ ഡോട്ടിന്റെ ഉള്ളിൽ കാണുന്ന ഒരു ഏരിയ ആണ് യൂട്രസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓവറി നേരത്തെ സെമൻ എവിടെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ ഇതാണ് മെയിൽസിന്റെ പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസ്. ഓക്കെ, ടെസ്റ്റിസ് ഇവിടെയാണ് സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇതിനെ പറയാ ഓവറി എന്നാണ്. ഓക്കെ, ഓവറി. അത് മെയിൽസിനെ പോലെ തന്നെ പെയർ ഓഫ് ഓവറീസ് ഉണ്ട്, ഫീമെയിൽസിനും ഉണ്ട്. ഓക്കെ, ഫീമെയിൽസിനും ഉണ്ട്. അപ്പം ഇതാണ് ഫീമെയിൽസിന്റെ വയറിന്റെ താഴെ, അബ്ഡോമിന്റെ താഴെ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് അല്ലെ, ആ ഒരു പെൽവിക് ഏരിയയിലാണ് ഈ ഒരു സിസ്റ്റം സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ആൻഡ് ഇതാണ് യൂട്രസ്, ഇതാണ് ഓവറി അല്ലെ. യൂട്രസ് എന്ന് പറഞ്ഞാൽ വോംബ് എന്നൊക്കെ പറയും. എന്നാൽ ഇവിടെയാണ് വാവയ്ക്ക് വളരേണ്ടത് അല്ലെ, കുഞ്ഞു വാവയ്ക്ക് വളരുന്ന സ്ഥലമാണ് ഈ പറയുന്ന യൂട്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫീമെയിൽസിന് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഓവറിന്ന് ഓവത്തിനെ റിലീസ് ചെയ്യും. എന്തിന്? മെയിൽസിന് സ്പേം അല്ലേ റിലീസ് ചെയ്യുന്നുണ്ടായിരുന്നത്, ഫീമെയിൽസിന് ഓവമാണ് റിലീസ് ചെയ്യുക. ഓക്കെ, ഒരു മന്തിൽ ഈ ഓവറി ആണെങ്കിൽ നെക്സ്റ്റ് മന്തിൽ ഈ ഓവറി, അങ്ങനെ മാറി മാറി എന്ത് ചെയ്യും, ഓവത്തിന് റിലീസ് ചെയ്യും. ഈ ഓവത്തിന് ഇവിടെ കുറെ സീലിയാസ് ഉണ്ട്. ഇവിടെ ഇതിനെ ഫിംബ്രിയ എന്നൊക്കെ പറയാം. ഇതിനിങ്ങനെ നീളം സാധനങ്ങളുണ്ട്. ഈ നീള സാധനങ്ങൾ ഇതിനെ റിസീവ് ചെയ്യും, ഇതിനെ സ്വീകരിച്ചിട്ട് ഇവിടെ കുറെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളുണ്ട്, ലൈക്ക് സീലിയാസ് എന്ന് പറയും. ഈ സീലിയാസ് ഇതിനെ തട്ടി 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 മെല്ലെ ഇങ്ങനെ തട്ടി 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 ഏറെക്കുറെ ഇത് ഇവിടെ ഒക്കെ വന്ന് നിൽക്കും.
ഓക്കെ, ഈ സാധനം ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പോയി 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 ഇവിടെയൊക്കെ വന്നു നിൽക്കും. ആ സമയത്ത് മെയിൽസില് ഇജാക്കുലേഷൻ നടന്നിട്ട് സെമൻ ഫീമെയിൽ ബോഡിയിലാണ് ഡെപ്പോസിറ്റ് ചെയ്തത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഫീമെയിൽ വജൈനയിലാണ് സെമൻ ഡെപ്പോസിറ്റ് ചെയ്തത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെമൻ വരും ഇവിടെ നിന്നും സെമൻ ഈ റൂട്ടിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ വജൈന, ഇതിന്റെ താഴെ യൂട്രസിന്റെ താഴെ വജൈനയാ ഉള്ളത്. അപ്പൊ ഈ വജൈനന്ന് സെമൻ മൊട്ടയിലാണ്. ഇതിന് നടക്കാൻ പറ്റില്ല, ഇത് തട്ടി എന്നല്ലേ മിസ് പറഞ്ഞ. ഇതിന് ഇതിന് ഒരു വാലുണ്ട്, അതിന് മൊട്ടയിലാണ്, ഇതിന് മോട്ടിലിറ്റി ഉണ്ട്. ഇത് തന്നെ ഇതിന്റെ സ്വന്തം എനർജി ഉപയോഗിച്ചിട്ട് ഇത് ഇങ്ങനെ കുറെ സ്പേംസ് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഇതിലേക്ക് കൂടെ ഇങ്ങനെ ഇതേ ട്രാക്കിൽ ഇത് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വരും. ഓക്കെ, ഇത് തന്നെ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഓവത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഓക്കെ, വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഫ്യൂസ് ചെയ്യും. ഈ സ്പേമും ഓവവും കൂടെ ഇവിടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ സ്പേം ഓവം എന്നല്ല നമ്മൾ പറയാ, എന്താ പറയാ, സൈഗോട്ട് എന്നാണ് പറയാ. സൈഗോട്ട്. ഓക്കെ, സൈഗോട്ട് ഫോം ചെയ്യും. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തൊക്കെയാ ഇപ്പൊ മിസ് പറഞ്ഞിട്ടുള്ളത്? ഇത് ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് മിസ് ഇപ്പൊ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഒരു പെയർ ഓഫ് ഓവറി ഉണ്ട്. പ്രൈമറി സെക്സ് ഓർഗൻ ഓഫ് ഫീമെയിൽ ആണത്. ഇവിടെ നിന്നും ഈ ഓവത്തിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഓവത്തിന് ഇവിടെയുള്ള കുറെ സീലിയാസ് എന്ത് ചെയ്യും, തട്ടി ഇവിടെ എത്തും. അതേസമയം തന്നെ സെമൻ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വജൈനയിൽ നിന്നും സ്പേം എന്ത് ചെയ്യും, നേരെ യൂട്രസ് വഴി ഇതേ വഴി ഇവിടെ എത്തും. ഇവിടെ വെച്ച് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യല്ലേ, രണ്ടും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുക നമ്മൾ പിന്നെ അതിനെ പറയുന്ന പേരാണ് സൈഗോട്ട് എന്ന് പറയും. ഓക്കെ, സൈഗോട്ട് എന്ന് പറയും. ഓക്കെ, സപ്പോസ് ഇനിയും ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇവിടെ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് മുറിയും, ഇങ്ങനെ കുറെ ആയിട്ട് ഇത് ഇങ്ങനെ അങ്ങ് മുറിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ടല്ലേ നമ്മൾ പറഞ്ഞു യൂട്രസ്, കുട്ടികളെ വാവ എവിടെ ഉണ്ടാവുക, കുഞ്ഞുവാവ എവിടെ ഉണ്ടാവുക, യൂട്രസിൽ അല്ലെ. ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ പറ്റിപ്പിടിക്കും. ഓക്കെ, ഇങ്ങനെ ഇത് ഇവിടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായതിനു ശേഷം ഇത് ഇവിടെ വന്നിട്ട് പറ്റിപ്പിടിക്കും. മുറിഞ്ഞ് ഡിവിഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഡിവിഷൻസ് ഒക്കെ നടന്നിട്ട് ഇവിടെ വന്ന് പറ്റിപ്പിടിക്കും. ഇതിനെ നമ്മൾ പറയാം, ഈ ഒരു സ്റ്റേജിന് നമ്മൾ പറയാ ഇംപ്ലാന്റേഷൻ എന്നാണ്. ഇംപ്ലാന്റേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ഇംപ്ലാന്റേഷൻ എന്ന് പറയും. ഇത് ഇവിടെ വന്ന് പറ്റിപ്പിടിക്കും. ഇവിടെ വന്ന് പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂട്രസ് ആണ് ഇത് അല്ലെ. യൂട്രസിന് ചുമ്മാ നോർമൽ ഒരു യൂട്രസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് പറ്റിപ്പിടിക്കാനൊന്നും പറ്റില്ല, അത്രയും ഒരു ബലമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇവിടത്തെ യൂട്രസ് അപ്പത്തേക്ക് ഇവിടെ സെറ്റപ്പ് ആക്കി ഇവിടെ ഒരു മെത്തയൊക്കെ ഉണ്ടാക്കി വെക്കും. ഇവിടെ അടിപൊളി മെത്തയൊക്കെ ഇതിന് പറ്റിപ്പിടിക്കാൻ വേണ്ടി ഇതിന് പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ നല്ല കട്ടിയാക്കി വെക്കും. നല്ലൊരു കട്ടിയിലൊരു സ്ട്രക്ചർ ആക്കി വെക്കും. ഇതിന്റെ ഉള്ളിലത്തെ ലെയർ, ആ ലെയറിന് നമ്മൾ പറയണ പേര് എന്താ പറയാന്നറിയോ, എൻഡോമെട്രിയം. യൂട്രസിന്റെ ഒരു ലെയർ ആണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയം എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കി വെക്കും, കട്ടിയിലാക്കി വെക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഫ്യൂസ് ചെയ്ത സൈഗോട്ടിന് നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ടിയാക്കി വെക്കും എൻഡോമെട്രിയം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ബേബി വളരുന്നത് അല്ലെ. പിന്നെ ഇവിടെ ഒരു 9 മാസം ഇവിടെ തന്നെ വളർന്നിട്ട് എന്ത് ചെയ്യും, ഡെലിവറി അല്ലെ, വജൈന വഴി എടുക്കും, അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തല്ലേ, സിസേറിയൻ വഴി കട്ട് ചെയ്തിട്ട് കുഞ്ഞിനെ എടുക്കും. ഓക്കെ, ഇതാണ് നോർമലി സാധാരണയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നോർമലി സംഭവിക്കുന്ന ഒരു കാര്യം. ആൻഡ് ഇനി നോക്കുകയാണ്, ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് കുട്ടി ഉണ്ടാവുന്ന കാര്യമാണ്. ഓക്കെ, സൈഗോട്ട് ഉണ്ടാവുന്ന കാര്യം അല്ലെ, കുട്ടി ഉണ്ടാവണം. സ്പേം വന്നിട്ട് സൈഗോട്ട് ഉണ്ടായാൽ മാത്രമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി സൈഗോട്ട് സ്പേം ഒന്നും വന്നില്ല എന്ന് വിചാരിച്ചോ, സ്പേം പറ്റിച്ചു, സ്പേം വരുന്നൊക്കെ പറഞ്ഞു, പക്ഷെ സ്പേം വന്നില്ല, സ്പേം പറ്റിച്ചു. ഓക്കെ, സ്പേം പറ്റിച്ചു കഴിഞ്ഞാലോ ഈ ഓവത്തിന് എന്താ സംഭവിക്കുക, സ്പേം വരുന്നില്ല അല്ലെ. സ്പേം വരാത്ത സാഹചര്യത്തിലാണ് നമുക്ക് മെൻസ്ട്രുവേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സ്പേം വരാത്ത സാഹചര്യത്തിൽ നമുക്ക് മെൻസ്ട്രുവേഷൻ സംഭവിക്കും. അതായത് ഓവം ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ സ്പേമിനെ കാത്തിരിക്കുകയാണ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷെ സ്പേം വരുന്നില്ല, സ്പേം പറഞ്ഞു പറ്റിച്ചു, സ്പേം വരില്ല. സ്പേം വരാത്ത സമയത്ത് ഓവം ഇവിടുന്ന്
പോവുകയും ചെയ്യും. ഇവിടെ സ്പേം വന്ന് ഫ്യൂസ് ചെയ്ത് ഇവിടെ കുഞ്ഞിവാവയ്ക്ക് വേണ്ട മെത്തയൊക്കെ ആര് റെഡിയാക്കുന്നുണ്ടായിരുന്നു? ഈ എൻഡോമെട്രി ഇങ്ങനെ കട്ടി കൂടി വരുന്നുണ്ടായിരുന്നു. ഇതിനുള്ളിലുള്ള എൻഡോമെട്രി അല്ലെ, എൻഡോമെട്രി എന്നല്ലേ മിസ് പറഞ്ഞ? ഈ എൻഡോമെട്രി ഇങ്ങനെ ഇവിടെ അങ്ങനെ സ്പേം ഒക്കെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായിട്ട് ഇവിടെ ഇങ്ങനെ ക്ലീവേജ് ഒക്കെ സംഭവിച്ചിട്ട് ഇവിടെ അന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. പക്ഷെ സ്പേം വന്നില്ല. സ്പേം പറഞ്ഞു പറ്റിച്ചപ്പോ എന്ത് സംഭവിച്ചു? യൂട്രസിനൊക്കെ ദേഷ്യം പിടിച്ചു അല്ലെ, ആരും വന്നില്ല, വെറുതെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് യൂട്രസ് മൊത്തത്തില് ഇതിന്റെ മൊത്തം ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ കുറെ ബ്ലഡ് വെസൽസ് ഒക്കെ ഇങ്ങനെ സെറ്റാക്കി ഇതിന് വേണ്ട ന്യൂട്രീഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാകപ്പെടുത്തി വെച്ചതായിരിക്കും. ഇത് മൊത്തം എന്ത് ചെയ്യും? വജൈന വഴി ഡിസ്ചാർജ് ചെയ്യും ബ്ലഡ്. അങ്ങനെ ഓരോ മാസവും സ്പേം വരാത്തത് കാരണം അല്ലെ, ഇവിടെ ഫ്യൂഷൻ നടക്കാത്തത് കാരണം, ഇവിടെ സൈഗോട്ട് ഉണ്ടാവാത്തത് കാരണം ഇവിടത്തെ എൻഡോമെട്രിയൽ ലൈനിങ് മൊത്തത്തില് പൊട്ടി വജൈന വഴി ബ്ലഡ് പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. മെൻസ്ട്രേഷൻ ക്ലിയർ? മെൻസ്ട്രേഷൻ ക്ലിയർ ആണോ? മെൻസ്ട്രേഷൻ ക്ലിയർ ആണോ? ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇത് നമ്മുടെ എൻഡോമെട്രിയത്തിന്റെ ലൈനിങ് ആണ്. കാണിച്ചു തന്നില്ലേ, ഗർഭാശയത്തിന്റെ യൂട്രസിന്റെ ഉള്ളിൽ ഒരു കട്ടി ഉണ്ടാവുന്ന സാധനം എന്ന് പറഞ്ഞില്ലേ, ആ കട്ടിയുള്ള സാധനമാണിത്. ആ ഒരു ലൈനിങ് ആണ് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഓവറിയിൽ നടക്കുന്ന ചേഞ്ചസ് ആണ്. ആ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കാണിച്ചില്ലേ, വട്ടത്തിൽ ഓവറി കാണിച്ചു തന്നില്ലേ മിസ്, ആ ഓവറിയിൽ നടക്കുന്ന ചേഞ്ചസ് ആണ് മേലെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് എ പിക്ചർ ഷോയിങ് മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, ഈ പിക്ചറിൽ എന്താ കാണിക്കുന്നത്? മെൻസ്ട്രൽ സൈക്കിളാ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറെ ഡേയ്സ് മാർക്ക് ചെയ്ത് കാണാം. ഓക്കെ, ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ആവറേജ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ ആണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. അത് 28 days ആണ്. ഓക്കെ, 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സൈക്കിൾ. നമ്മൾ ആകെ കാണുന്നത് ഒരു 3 മുതൽ 5 ദിവസം വരെ അല്ലെ, 3 to 5 days വജൈന വഴി ബ്ലഡ് പോകുന്നത് മാത്രമാണ് നമുക്കറിയുന്ന കാര്യം അല്ലെ. നമുക്ക് മാസത്തിലൊരു 3 ദിവസം 5 ദിവസം ബ്ലഡ് പോകുന്നുണ്ട്, അത് മാത്രമേ നമുക്കറിയുള്ളൂ. അല്ലാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താ നടക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ നമുക്കറിയുന്ന മെൻസ്ട്രേഷൻ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രൽ സൈക്കിൾ. പക്ഷെ ഒത്തിരി ചേഞ്ചസ് വേറെയും നടക്കുന്നുണ്ട്. ആ ചേഞ്ചസ് ആണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഞാൻ പറഞ്ഞു 28 ദിവസം അല്ലെ, നമ്മൾ ഒരു മാസം എന്ന് പറയുന്നു, പക്ഷെ 28 ദിവസമാണ് ആവറേജ് കണക്ക്. 35 ദിവസം വരെയൊക്കെ പോയാലും നോർമൽ ആണ്. 22 ഡേയ്സിന്റെ ഇടയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നോർമൽ ആണ്. ഒരു ആവറേജ് എടുക്കുന്നതാണ് 28 ദിവസം. ഈ ഒരു 28 ദിവസത്തില് ഇതിന് കുറെ ഫേസസ്, ഓക്കെ, കുറച്ച് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് 4 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പേരുകള് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന പേരുകൾ തന്നെയാണ് പറയുന്നത്, പക്ഷെ പേരുകൾ കാര്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല. ഓക്കെ, ആദ്യത്തെ നിങ്ങൾ ഇവിടെ കുറച്ച് ബ്ലഡ് സ്പോട്ടുകൾ കാണുന്നുണ്ടോ? ഇവിടെ മേലെ കുറച്ച് ബ്ലഡ് കാണിച്ചേക്കുന്നുണ്ടോ? ഈ ബ്ലഡ് കാണിച്ചേക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലീഡിങ് ഫേസ് ആണ്. എന്താണ് ബ്ലീഡിങ് ഫേസ്? ബ്ലീഡിങ് ഫേസിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ തുടങ്ങാണ് അല്ലെ, കഴിഞ്ഞൊരു സൈക്കിളിന്റെ ബാക്കി. ഇതൊരു സൈക്കിൾ അല്ലേ, നിങ്ങളിപ്പോ ബ്ലീഡിങ് ഫേസ് ഓർത്താൽ മതി. ബ്ലീഡിങ് ഫേസിൽ എന്ത് സംഭവിച്ചു? സ്പേം വരും എന്ന് വിചാരിച്ചു ഓവം നിന്നു, പക്ഷെ സ്പേം വന്നില്ല. യൂട്രസ് ഉണ്ടാക്കിയിട്ടുള്ള മെത്ത മുഴുവൻ യൂട്രസ് മൊത്തത്തിൽ പൊട്ടിച്ചിട്ട് വജൈന വഴി പുറത്തേക്ക് വിട്ടു, മൊത്തം ബ്ലഡ് പോവുക. അതാണ് ഈ ബ്ലീഡിങ് ഫേസ്. ആദ്യത്തെ ഒരു 3 to 5 days ആണ്, അല്ലെങ്കിൽ ഒരു 4-6 days വരെയൊക്കെ എന്താണ് ബ്ലീഡിങ് ഫേസ് ഉണ്ടാവും അല്ലെ. 7 days വരെയൊക്കെ ബ്ലീഡിങ് ഫേസ് ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ബ്ലീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാല് വീണ്ടും എന്ത് ചെയ്യും യൂട്രസ്? നെക്സ്റ്റ് എന്തായാലും അത് ബ്ലീഡിങ് കഴിഞ്ഞു, ഇനി ഒരു നെക്സ്റ്റ് ഒരു ഓവറിൽ നിന്ന് ഒരു ഓവം വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ച് യൂട്രസ് വീണ്ടും എന്ത് ചെയ്യും? ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു പോക്കി ഇനി വീണ്ടും എന്ത് ചെയ്യും? മെത്ത എങ്ങനെ ഒരുക്കി ഇവിടെ കട്ടിയാക്കി കൊണ്ടുവരും. ഇനി എങ്ങനെ അടുത്തൊരു സൈക്കിളിന് സ്പേം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടെ കട്ടിയാക്കി മെത്ത പോലെ ഉണ്ടാക്കി കൊണ്ടുവരും. മെത്ത പോലെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ ഒരു സ്റ്റേജിലൊക്കെ സ്പേം വരികയാണെന്നുണ്ടെങ്കിൽ ആ കട്ടി നിലനിർത്തും. അല്ലാന്നുണ്ട് എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യും? മെത്തതിന്റെ കട്ടി കുറയും. ഇവിടത്തെ പോലെ തന്നെ സെയിം സംഭവിക്കും.
സ്പേം വന്നു കഴിഞ്ഞാൽ മെത്തേന്റെ കട്ടി നിലനിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ബ്ലീഡിങ് വന്നിട്ട് ഈ ഒരു കട്ടി കുറയും. ഇവിടെ കട്ടി കുറഞ്ഞില്ലേ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു 1 2 3 4 എന്നിട്ട് സെയിം സാധനം റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെയും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, സ്പേം വന്നിട്ടില്ലെങ്കിൽ ബ്ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? അങ്ങനെയാണ് സൈക്കിൾ പോകുന്നത്. ഇനി ഇവിടെ ഓവറിയിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഓവറിയിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഇത് കുറെ ഫോളിക്കിൾ ആണ്, ഓവം വരുന്നതിന് ഉള്ള ഫോളിക്കിൾസ് ആണ്. ഇതിനാണ് ഈ പിങ്ക് കളർ കാണിച്ചിരിക്കുന്ന സാധനമാണ് ഓവം. ഓക്കെ, ഇതാ ഇവിടെ ഓവം പുറത്തേക്ക് വിട്ടത് കണ്ടോ, ഇതാണ് ഓവം. ഓവം എവിടുന്ന ഉണ്ടാക്കുന്നതെന്നാ മിസ് പറഞ്ഞേ? ഓവറിൽ നിന്നല്ലേ ഓവം ഉണ്ടാക്കുന്നത്? പിക്ചർ ഓർമ്മയില്ലേ? ഇതാണ് ഓവറി. ഈ ഓവറിയാണ് ഈ ഒരു ഓവത്തിനെ പുറത്തേക്ക് വിടുന്നത് അല്ലെ. ഈ ഓവറിയാണ് പുറത്തേക്ക് വിടുന്നത്, എന്നിട്ടാണ് ഈ ഓവം അങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഓവത്തിനെ റിലീസ് ചെയ്യണം. ഓക്കെ, ഓവത്തിനെ റിലീസ് ചെയ്യണം. അപ്പൊ ഇവിടെ പ്രൈമറി ഫോളിക്കിൾ ആയിട്ട് സെക്കൻഡറി ഫോളിക്കിൾ, ടെറഷറി ഫോളിക്കിൾ, അവസാനം വലിപ്പം വെച്ചൊരു ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടും. ഇത് പൊട്ടിയിട്ട് ഓവത്തിനെ പുറത്തേക്ക് വിടും. ഓക്കെ, ഈ ഓവമാണ് പുറത്തേക്ക് വരുന്നത്. ഏത് ദിവസമാണെന്നൊന്നും നിങ്ങൾ നോക്കിക്കേ, ഈ ചാർട്ടിൽ കാണാൻ പറ്റും. ഏത് ദിവസമാണ്? നേരെ നോക്കിക്കേ, ഇത് നടക്കുന്നത് 14ാമത്തെ ദിവസം അല്ലെ. 14ാമത്തെ ദിവസമാണ് ഈ ഒരു ഓവറി പൊട്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഓവത്തിനെ റിലീസ് ചെയ്യുന്നത്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ മാറിയിട്ട് ഇതിന്റെ പേരെന്താണെന്നറിയോ? കോർപ്പസ് ലൂട്ടിയം എന്ന. പിന്നെ അതിനെ ഗ്രാഫിയൻ ഫോളിക്കിൾ നമ്മൾ വിളിക്കില്ല, കോർപ്പസ് ലൂട്ടിയം എന്ന് വിളിക്കുന്നത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടുണ്ടാകുന്നതാണ് കോർപ്പസ് ലൂട്ടിയം. ആൻഡ് ഇത് സംഭവിക്കുന്നത് 14ാമത്തെ ദിവസമാണ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ചാർട്ടിൽ പറയാനുള്ളത്. ഒന്നുമില്ല, മെൻസ്ട്രുവൽ സൈക്കിളിന് ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ആണിത്. ഇതിനകത്ത് 1 to 28 വരെയുള്ള ഡേയ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 14ാമത്തെ ദിവസമാണ് ഓവറിയിൽ നിന്നും ഓവത്തെ പുറത്തേക്ക് വിടുന്നത്. ക്ലിയർ? ആൻഡ് ആദ്യത്തെ ഒരു 5 മുതൽ ഒരു 6 അല്ലെങ്കിൽ 3 to 6 ഡേയ്സ് ഒക്കെ ബ്ലഡ് പോകുന്ന ഒരു ബ്ലീഡിങ് ഫേസ് ആണ്. പിന്നീട് ഇതാണ് ഓവുലേറ്ററി ഫേസ്. ഇതാണ് ഓം റിലീസ് ചെയ്യുന്ന ഫേസ് ആണ്. ഇത് ഓവുലേറ്ററി ഫേസ് ആണ്. ആൻഡ് ഇത് പ്രീ ഓവുലേറ്ററി ഫേസ്, ഇത് പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്. ഇവിടെ എന്താണ്, വീണ്ടും മെത്ത എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്, യൂട്രസിന്റെ കട്ടി കൂട്ടി 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 വീണ്ടും ഒരു ബേബി അല്ലെ. വാവ വന്നു കഴിഞ്ഞാൽ യൂട്രസിന്റെ മുകളിലാണ് പറ്റിപ്പിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടി ഇങ്ങനെ ഉണ്ടാക്കി വരികയാണ്. നെക്സ്റ്റ് ടൈം വീണ്ടും സെമൻ വന്നിട്ടില്ല അല്ലെങ്കിൽ സ്പേം വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും മെൻസ്ട്രുവേഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പേം വരാത്തത് കൊണ്ടാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഓരോ 28 ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് മേലെ കാണിച്ചിട്ടുള്ളത് ഓവറിയിലെ ഇമേജസ് ആണ്. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായി റപ്ചർ സംഭവിക്കും, പൊട്ടും. റപ്ചർ സംഭവിച്ചിട്ട് ഓവത്തിനെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നല്ല വിളിക്കുന്നത്, നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അത് നടക്കുന്നത് 14ാമത്തെ ദിവസമാണ് ആ ഒരു ചേഞ്ച് ശരീരത്തിൽ നടക്കുന്നത്. Genital infections are more likely to occur during puberty. Puberty phase genital infections വരാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. So to prevent this, special care should be taken to wash these parts with mild soap solution. അപ്പൊ നമ്മൾ ആ ഒരു ജനൈറ്റൽ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈൽഡ് സോപ്പ് സൊല്യൂഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തിട്ട് ഇൻഫെക്ഷൻ ഇല്ലാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മോയ്സ്ചർ ക്യാൻ ലീഡ് ടു ഫംഗൽ ഇൻഫെക്ഷൻസ് അല്ലെ. പല മക്കൾക്കും ഉണ്ടാവും, ഈ പ്രത്യേകിച്ച് ഈ എക്സാം എടുക്കുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്ന കാര്യമാണ് അല്ലെ. മോയ്സ്ചർ കണ്ടന്റ് അല്ലെ, നമ്മൾ അടിയിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സസിലാണെങ്കിലും നനവുള്ള ഡ്രസ്സസ് ഇടാൻ വേണ്ടി പാടില്ല എന്ന് പറയും. കാരണം എന്താണ്, മോയ്സ്ചർ കണ്ടന്റ് നനവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫംഗസ് വളരും. ഫംഗസ് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരും. അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത്. മോയ്സ്ചർ ക്യാൻ ലീഡ് ടു ഫംഗൽ ഇൻഫെക്ഷൻസ്.
So it is essential to keep the genital area without moisture. Wearing dry cotton undergarments, facilitating air circulation and changing them daily will help to keep the genital area dry and decrease bacterial and fungal growth. അപ്പൊ നമ്മൾ എപ്പോഴും അടിയിൽ ധരിക്കുന്ന ഡ്രസ്സുകൾ ഡ്രൈ ആയിരിക്കണം, കോട്ടൺ അണ്ടർ ഗാർമെന്റ്സ് ആയിരിക്കണം. അപ്പൊ നമുക്ക് എയർ സർക്കുലേഷനും അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ട്വൈസ് അല്ലെങ്കിൽ ഡെയിലി ചേഞ്ച് ചെയ്യുക, ട്വൈസ് എങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്യണം അല്ലെ. ഹെൽപ്പ് ടു keep the genital area dry and decrease bacterial and fungal growth. Bacterial fungal growth ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. The change in uterus during the menstrual cycle. നമ്മൾ യൂട്രസിൽ മെൻസ്ട്രുവൽ സൈക്കിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ പഠിച്ചു അല്ലെ. എങ്ങനെയാണ് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ സമയത്ത് യൂട്രസിന് ചേഞ്ച് ഉണ്ടാവും നമ്മൾ പഠിച്ചത്? എന്തൊക്കെ ചേഞ്ചസ് ആയിരുന്നു? ആ പിക്ചർ നിങ്ങൾ ഓർക്കുന്നില്ല? യൂട്രസിന്റെ എൻഡോമെട്രിയം എന്ന് പറയുന്ന വോളിന്റെ തിക്നെസ് അല്ലെ, അതിന്റെ കട്ടി കുറയും. ആദ്യത്തെ ഒരു 5-6 ദിവസം ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നീട് വീണ്ടും അടുത്ത നെക്സ്റ്റ് സൈക്കിളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കട്ടി കൂട്ടി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് സൈക്കിളിൽ സ്പേം വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ടി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും, അപ് ടു ഡെലിവറി വരെ അത് ഉണ്ടാവും. പക്ഷേ നെക്സ്റ്റ് സൈക്കിളിലും സ്പേം വന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ പോലെ കട്ടി കുറയും, പിന്നെയും കട്ടി ഉണ്ടാക്കി വെക്കും, പിന്നെയും കട്ടി കുറയും, ഇങ്ങനെ സൈക്ലിക്കലായിട്ട് ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെൻസ്ട്രുവൽ ഹൈജീനെ പറ്റിയിട്ട്. മെൻസ്ട്രുവൽ ഹൈജീന് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. മെൻസ്ട്രുവൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? മെൻസ്ട്രുവൽ ഹൈജീനിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കറക്റ്റായിട്ട് നിങ്ങൾ സാനിറ്ററി പാഡാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പാഡ് മാക്സിമം ഒരു 5 hours ഒക്കെ നിങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു 4 to 5 hours നിങ്ങൾ നെക്സ്റ്റ് റീപ്ലേസ് ചെയ്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മെൻസ്ട്രുവൽ കപ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഡ്രസ്സസ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും ഫ്രണ്ട് നിന്ന് ബാക്കിലേക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബാക്ക് ടു ഫ്രണ്ട് നിങ്ങൾ വാഷിംഗ് പാടില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മെൻസ്ട്രുവൽ ഹൈജീൻ എപ്പോഴും പാഡ് ചേഞ്ചിങ് ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത്, ഇനി കോട്ടൺ ക്ലോത്ത് ആണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്ത് അയൺ ചെയ്തൊക്കെ നിങ്ങൾ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുക. ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞ ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജനൈറ്റൽ ഇൻഫെക്ഷൻസ് വരാൻ ഒത്തിരി ചാൻസ് ഉള്ള ഒരു ഏജ് ഗ്രൂപ്പാണ്. ആ ഒരു പോസിബിലിറ്റി നിങ്ങൾ എപ്പോഴും മുന്നിൽ കാണുക. എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ്, fertilization may be possible in each menstrual cycle. Through sexual intercourse, fertilization take place and the zygote is formed. പറഞ്ഞു അല്ലെ. ഓരോ മെൻസ്ട്രുവൽ സൈക്കിളിലും ഓവം എന്തിനാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്? സ്പേം വരും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് യൂട്രസ് സ്പേം വന്ന് കുഞ്ഞുവാവിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ സൈക്കിളിൽ എന്ത് ചെയ്യില്ല? സെക്ഷുവൽ ഇന്റർകോഴ്സ് കഴിയാതെ എന്ത് വരില്ല? സ്പേം വരത്തില്ല. സ്പേം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ബ്ലീഡിങ് വരും. മെൻസ്ട്രുവൽ സൈക്കിൾ ഇങ്ങനെ മെൻസ്ട്രേഷൻ ആയിട്ടത് പോവുകയും ചെയ്യും. അപ്പം സ്പേം വരിക എന്ന് പറയുന്നത് പ്രധാനമാണ്. ത്രൂ സെക്ഷുവൽ ഇന്റർകോഴ്സ് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ആൻഡ് ദ സൈഗോട്ടസ് ഫോംഡ്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിന് നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിം. എന്താണ്? സൈഗോട്ട് എന്നായിരുന്നു പറഞ്ഞ അല്ലെ. സൈഗോട്ടസ് ഫോംഡ്. ഓക്കെ, from conception to parturition, the body undergoes many changes. This is initiated by the process of fertilization. അപ്പോൾ ഒരാള് കൺസെപ്ഷൻ ആയി കഴിഞ്ഞു അല്ലെ, ഒരാൾ ഗർഭം ധരിച്ചു കഴിഞ്ഞ് പിന്നെ ഡെലിവറി വരെ, പാർച്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെലിവറി ആണ് കേട്ടോ. ഡെലിവറി, കുട്ടീനെ പുറത്തേക്ക് വിടുന്നത് വരെ അല്ലെ, അയാളുടെ വയറ്റിൽ സൂക്ഷിക്കുന്ന അത്രയും കാലം അയാളുടെ ശരീരത്തിൽ ഒത്തിരി ചേഞ്ചസ് വരും. ബോഡിക്കകത്ത് ഒരുപാട് ചേഞ്ചസ് വരാനുണ്ട് അല്ലെ. 2 ആൾക്കാർക്കുള്ള ഒരു ന്യൂട്രിയൻ സപ്ലൈ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചേഞ്ചസ് വരാനുണ്ട്. Based on the indicators, analyze the given description and understand the process of fertilization. So, നമുക്ക് ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ഫെർട്ടിലൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു സെഷനിൽ പഠിക്കാനുണ്ട്.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സെഷനകത്ത് മെയിൻ ആയിട്ട് പ്യൂബർട്ടിയിലുള്ള ചേഞ്ചസിനെ പറ്റിയിട്ടാണ് അല്ലെ. മെയിൽ ആൻഡ് ഫീമെയിൽസിന് പ്യൂബർട്ടിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അഡോളസൻസ് ആൻഡ് പ്യൂബർട്ടി എന്നായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് മെയിൽ ചൈൽഡിന് അഡോളസെന്റിന് നമ്മൾ നോ പറയാൻ പഠിക്കണം, ടീനേജേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പാരന്റ്സിന്റെ അടുത്തും ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ കൗൺസിലേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെയിൽസിന് സെമൻ പ്രൊഡക്ഷനും ഫീമെയിൽസിന് മെൻസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. പെനിസ് ഇറക്ഷൻ സംഭവിക്കുന്നതും ഒക്കെ ആ ഒരു മെയിൽസിന്റെ ചേഞ്ചസ് ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ കണ്ടു. ഇതാണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. 2 ടെസ്റ്റിസുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സെമൻ ഉണ്ടായിട്ട് ഈ ട്യൂബ് വഴിയാണിത്, ഇവിടെ ഈ ഒരു യൂറത്രൽ മിയാറ്റസ് വഴിയാണിത് പുറത്തേക്ക് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്ത് മെൻസ്ട്രൽ സൈക്കിൾ നോക്കി അല്ലെ. മെൻസ്ട്രൽ സൈക്കിൾ നോക്കിയതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു 5-6 ദിവസം ബ്ലീഡിങ് ഫേസ് ആണ്. പിന്നീട് എൻഡോമെട്രിയൽ തിക്നെസ് ഇങ്ങനെ കൂടി വരുന്നു അല്ലെ. ഫെർട്ടിലൈസേഷൻ നടന്നോ ഇല്ലയോ അല്ലെ, സ്പേം വന്നോ ഇല്ലയോ, അതായത് സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നോ ഇല്ലയോ എന്നതിന്റെ ബേസിസിലായിരിക്കും ബാക്കി പ്രോസസ് ഉണ്ടാകും അല്ലെ. കുട്ടി വളരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ ബേസിസിലാണ്. ആൻഡ് നടന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെ, മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്ലീഡിങ് ആണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് നമ്മൾ മെൻസ്ട്രൽ ഹൈജീനെ പറ്റി പറഞ്ഞു. സോ ഇനി ഫെർട്ടിലൈസേഷനെ പറ്റിയിട്ടാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.